കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ അന്വേഷണം നടത്തിയ ഡോക്ടർമാരുടെ സംഘം ഇന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മതിയായ ചികിത്സ കിട്ടാതെ മരിച്ചുവെന്ന വേണുവിന്റെ കുടുംബത്തിന്റെ പരാതിയിലാണ് ഒരു അന്വേഷണം നടത്തിയത്. വേണുവിന്റെ ഭാര്യ സിന്ധുവിൽ നിന്നും അന്വേഷണ സംഘം വിവരമെടുക്കും. സനിസ ശോഭാചന്ദ്രൻ വിശദാംശങ്ങൾ നൽകും. സനിസ, ഇന്നിപ്പോൾ ഒരു വേഗത്തിൽ നടത്തിയ ഒരു അന്വേഷണമാണ്. വീഴ്ചയുണ്ടായി എന്ന്, അല്ലെങ്കിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി, വേണ്ട രീതിയിലുള്ള ഒരു ചികിത്സ അവിടുന്ന് ലഭ്യമായില്ല എന്ന് വേണുവിന്റെ കുടുംബം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിന്റെ മൊഴി കാര്യമായി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ടോ? ഏതെല്ലാം നിലക്കുള്ള ഒരു അന്വേഷണത്തിനൊടുക്കമാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൈമാറുന്നത്? സൈഫുദ്ദീൻ അമൃത ജോയിന്റ് DMEയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു അന്വേഷണം നടത്തിയത്. ഇതിൽ ആദ്യ ഒരു പ്രാഥമിക അന്വേഷണം എന്ന നിലയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല, ചികിത്സയിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നൊരു നിഗമനത്തിലാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. കൂടാതെ തന്നെ ഈ ഒരു കേസ് ഷീറ്റിലും ഇത്തരത്തിൽ ഒരു പ്രശ്നമുള്ളതായിട്ട്, ഒരു ചികിത്സാ വീഴ്ച സംഭവിച്ചതായിട്ട് കണ്ടെത്തിയിട്ടില്ല. അത്തരത്തിലാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിന്റെ രൂപം. കൂടാതെ തന്നെ ഈ വേണുവിന്റെ മരണമൊഴി എന്നോളം പുറത്തുവന്ന ഓഡിയോ കുടുംബത്തിൽ നിന്ന് വ്യക്തത വരുത്തണമെന്നും, കൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ആശയവിനിമയത്തിൽ പ്രശ്നം പറ്റിയോ എന്ന് പരിശോധിക്കുമെന്നും ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ കാർഡിയോളജി വിഭാഗം മേധാവി അടക്കം നൽകിയ പ്രതികരണത്തിൽ ആശയവിനിമയത്തിൽ പ്രശ്നം പറ്റിയിട്ടില്ല എന്നായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ ജോയിന്റ് DMEയുടെ നേതൃത്വത്തിൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന്. കൂടാതെ ഈ ഓഡിയോയുമായി ബന്ധപ്പെട്ട വിവരങ്ങളും കുടുംബത്തിൽ നിന്ന് തേടും. പിന്നെ ഭാര്യ സിന്ധുവിൽ നിന്നും കൂടുതൽ വിവരം ഈ അന്വേഷണ സംഘം ശേഖരിക്കാനുള്ള സാധ്യതയുമുണ്ട്. DMEക്ക് ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ DME ഈ വിഷയങ്ങളിൽ കൂടുതലൊരു പഠനം നടത്തിയതിനു ശേഷമായിരിക്കും ആരോഗ്യമന്ത്രിക്ക് ഈ ഒരു റിപ്പോർട്ട് കൈമാറുക. എന്നാൽ അതേസമയം വേണുവിന്റെ കുടുംബം, ഭാര്യ അടക്കം ഉള്ള കുടുംബം, സിന്ധു അടക്കം ഈ ഒരു വേണുവിന് ഈ ചികിത്സാ വീഴ്ച സംഭവിച്ചു എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ്. അവർ പോലീസിനടക്കം കംപ്ലൈന്റ് നൽകി മുന്നോട്ട് പോകാനാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ DMEക്ക് ഈ റിപ്പോർട്ട് കൈമാറുമ്പോൾ സിന്ധുവിൽ നിന്നും കൂടുതൽ വിവരം ശേഖരിക്കുമെന്നും അതടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ടിൽ നൽകിയ എല്ലാ വിവരങ്ങളും വിശദമായി പരിശോധിച്ച് പഠനം നടത്തിയതിനു ശേഷമായിരിക്കും ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുക. സൈഫുദ്ദീൻ അമൃത.